ജയിലിന് മുന്നിൽ ക്രെഡിറ്റിനായി കടിപിടി. അയ്യേ നാണക്കേട്. മനുഷ്യക്കടത്ത്, നിർബന്ധിത മതപരിവർത്തന NIA കേസുകളിൽ പ്രതികളായ 2 മടത്തിലമ്മമാർക്ക് ജാമ്യം കിട്ടി ദുർഗ ജയിലിന് പുറത്തിറങ്ങി വന്നപ്പോൾ ജയിലിന് പുറത്തും മഠത്തിന്റെ മുറ്റത്തും ആ ക്രെഡിറ്റിനെ ചൊല്ലി കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കൾ തമ്മിൽ ചേരിതിരിഞ്ഞടി, കടിപിടി. കന്നിമാസത്തിൽ മടത്തിലമ്മമാരുടെ പുറകെ നേതാക്കൾ ഓടിക്കൂടി. മാന്യതയുടെ സകല സീമകളും ലംഘിച്ചായിരുന്നു അവിടെ ജയിൽ വളപ്പിലെ ആ പട്ടി ഷോ. ആദിവാസി യുവതികളെ ചെകിടിവേലയ്ക്ക് ആരുമറിയാതെ യാതൊരു രേഖകളുമില്ലാതെ കടത്തിക്കൊണ്ടുപോയ കേസിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി 10 കൊല്ലം ജയിൽ ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകൾ ചാർത്തി ജയിലിലിട്ട പ്രതികളെ, ഓസ്കാർ ജേതാക്കളായ പ്രതിഭകളെ ആദരിച്ച് ആനയിച്ചു കൊണ്ടുവരുന്നത് പോലെയാണ് രാഷ്ട്രീയ നപുംസകങ്ങൾ കൊണ്ടുവന്നത്. ഇവന്മാരാണ് കത്തോലിക്ക മെത്രാന്മാരുടെ കുണ്ടികടിയന്മാർ എന്ന ഗണത്തിൽ പെടുന്നവർ. ഇവന്മാരെ ജനങ്ങൾ നോക്കി വെക്കുക, വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അറിഞ്ഞു തോൽപ്പിക്കുക. കേരളത്തിലും സഭയിലും ഇടതു വലതു നേതാക്കൾ അമിതാവേശം കാണിച്ചതുകൊണ്ട് BJP മനഃപൂർവ്വം ഒരു പണി കൊടുത്തതാണ് ഇവരെ 9 ദിവസം അകത്ത് കിടത്തിയത്. കത്തോലിക്ക സഭ BJP സർക്കാരിനെ ഇടതു വലതു മുന്നണികളോടൊപ്പം ചേർന്ന് രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ജയിലിന് പുറത്തിറങ്ങണമെങ്കിൽ BJP സർക്കാർ കനിയണമെന്നുള്ളതിനാലും BJP സർക്കാരിനെ വെറുപ്പിച്ചാൽ തങ്ങളുടെ മെനകെട്ട അരമനകളിൽ ഈടി കയറി നിരങ്ങി വന്നതിനാലും രായ്ക്ക് രാമാനം കത്തോലിക്ക ബിഷപ്പന്മാർ പോയി നാണമില്ലാതെ BJP നേതാക്കന്മാരുടെ കാല് പിടിച്ചു കരഞ്ഞപേക്ഷിച്ചു. ഛർദ്ദിച്ചതെല്ലാം വാരി തിന്നോളാൻ ഞങ്ങൾ, തുടർന്ന് BJPക്ക് അനുകൂലമായി സംസാരിക്കാമെന്നും ബിഷപ്പന്മാർ ഉറപ്പുകൊടുത്തു. അങ്ങനെ ഇന്ന് രാവിലെ രാജീവ് ചന്ദ്രശേഖറും അനൂപ് ആന്റണിയും അടക്കം ആദ്യം ദുർഗ ജയിലിലെത്തി. മടത്തലമ്മമാരെ ആദ്യം അവർ സ്വീകരിക്കുന്ന വിഷ്വൽ ജനം TVയിലൂടെ കാണിക്കുവാൻ അവസരമുണ്ടാക്കി കൊടുത്തു. തൊട്ടു പിന്നാലെ കേരളത്തിൽ നിന്നും കാലേ കൂട്ടി എത്തി അട്ടിപ്പേറ് കടന്ന ഇടത് വലത് നേതാക്കന്മാരും പാഞ്ഞെത്തി. ഗ്രഹണി പിടിച്ച പിള്ളേർ ചക്കക്കൂട്ടാൻ കണ്ടതുപോലെ പ്രതികളായ മടത്തലമ്മമാരെ കണ്ടപ്പോൾ എല്ലാവന്മാരും ഒരുമിച്ച് ചാടി വീണു. തങ്ങൾക്ക് ഫണ്ട് തരുന്ന നേതാക്കന്മാർക്ക് പരമാവധി മൈലേജ് കൊടുക്കുവാൻ വിഷലുകൾ മാപ്രകൾ മത്സരിച്ച് പുറത്തുവിട്ടു. ഇതെല്ലാം കണ്ട് വാപൊളിച്ചു നിന്നവന്മാരുടെ എല്ലാം അണ്ണാക്കിൽ ജോൺ ബട്ടാസ് കൊണ്ട് ലഡു വെച്ചു കൊടുത്തു. രാജീവ് ചന്ദ്രശേഖറെ പച്ചയ്ക്ക് ചീത്തയും വിളിച്ചു. കേരളം ഒന്നടങ്ങ് സടകുടഞ്ഞെഴുന്നേറ്റത് കൊണ്ട് മാത്രം ചെയ്യാൻ നിർബന്ധിതരായി. ഇന്ന് രാവിലെ പോലും BJPയുടെ ഛത്തീസ്ഗഡ് ഘടകം എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ഛത്തീസ്ഗഡ് ഘടകം ഇവരെ മനുഷ്യക്കടത്തുകാരുടെ നേതാക്കളായി ചിത്രീകരിക്കുന്ന ഡിജിറ്റൽ പോസ്റ്ററുകളാണ് ഇന്ന് ആകമാനം പ്രചരിപ്പിച്ചത്. മാത്രമല്ല അമിത്ഷാ ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനമാണ്, അതായത് ഇന്നലെ അവരെ മോചിപ്പിക്കുന്നത്. അത് മാത്രമല്ല ഈ കേസ് നക്കിളിയാണ്, കളവാണ്, പച്ചക്കളവാണെന്നുള്ള കാര്യം ലോകത്തെല്ലാവർക്കും അറിയാം. ഈ 9 ദിവസക്കാലം ഈ കന്യാസ്ത്രീകളെ ജയിലിലിട്ടതിന് ഇവർ ഇന്ത്യയോട്, ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ജനങ്ങളോട് ഒന്ന്
നമ്മുടെ സഹോദരിമാരാണ്, ഒരു ദുരന്തത്തിൽപ്പെട്ടു, അവർ ഇറങ്ങി വരുമ്പോൾ അവരെ വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ വാഹനത്തിൽ പിടിച്ചു കയറ്റാം, അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനത്തിൽ കയറ്റാം. ഞങ്ങൾ അതിലൊന്നും നിന്നില്ല. അവർ സുരക്ഷിതമായിട്ട് ഏതെങ്കിലും വാഹനത്തിൽ വന്ന് അവരുടെ മഠത്തിലേക്ക് വരണം. അവർ ഞങ്ങളോട് പറഞ്ഞു മഠത്തിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു. ഞങ്ങൾ രാവിലെ വന്ന് കണ്ടവരാ, അല്ലാതെ ഈ പറഞ്ഞ ബെയിൽ ഓർഡറുമായിട്ട് വന്നിട്ട് അതിൻ്റെ കോപ്പിയായി വന്ന് ഈ കന്യാസ്ത്രീകളെ കണ്ടവരല്ല ഞങ്ങൾ എത്രയോ ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ ഡെലിഗേഷൻ 4 പ്രാവശ്യം. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, 9 ദിവസം അകാരണമായി ഈ കന്യാസ്ത്രീകളെ ജയിലിലടച്ചതിനുള്ള മാപ്പാണ് അവർ പറയേണ്ടത്. അതിന്റെ ഉത്തരവാദി ആരാണ്? സഭകൾ ബിജെപിയോട് സഹായം ആവശ്യപ്പെട്ടു, ആ സഹായം ചെയ്തു കൊടുത്തു എന്നാണ് രാജീവ് പറയുന്നത്. രാജീവ് ചന്ദ്രശേഖർ, സഭകൾ കേരളത്തിലെ എല്ലാ ജനപ്രതികളോടും എല്ലാ പൗരന്മാരോടും സഹായം ചോദിച്ചു. അത് കേവലം പാർട്ടിയോട് മാത്രമല്ല, അത് ഭരണകൂടമല്ലേ. തീർച്ചയായിട്ടും രണ്ടാമത്തെ കാര്യം, ഇത് സഭയ്ക്ക് നമ്മൾ ചെയ്യുന്ന സേവനമല്ലല്ലോ, ഇത് ഭരണഘടനയ്ക്ക് നമ്മൾ ചെയ്യുന്ന സേവനമല്ലേ, നീതിന്യായത്തിന് വേണ്ടി ചെയ്യുന്നതല്ലേ, ന്യായത്തിന് വേണ്ടി ചെയ്യുന്നതല്ലേ, അല്ല സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നത്. അല്ല ഒരു സെക്കൻഡ്, ഈ പ്രതിഷേധം കാരണമാണല്ലോ അവരെപ്പോഴും ജയിലിലാക്കിയത്. ഈ പ്രതിഷേധം മാത്രമല്ല, ഇങ്ങനെയൊരു പ്രതിഷേധം അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ 2 സിസ്റ്റേഴ്സ് ജയിലിൽ കിടക്കുന്നുണ്ടോ എന്ന് നിങ്ങളും ഞാനും അറിയില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ഇവരെക്കാളും ശ്രേഷ്ഠനെന്ന് പറഞ്ഞ വന്ധ്യവയോധികനായ ഒരു ജസ്യൂട്ട് പാതിരി സ്റ്റാൻ സ്വാമി വർഷങ്ങളോളം ജയിലിൽ കിടന്ന് ഇവർ ജയിലിൽ വെച്ച് കൊന്നില്ലേ? അപ്പോൾ എന്താണ് ഇവര് BJPയുടെ ഉത്തരവാദിത്വം വരുന്നത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ നാരായൺപൂരിൽ 100 കണക്കിന് ആദിവാസികളുടെ വീട് ക്രൈസ്തവരെ അവർ വേട്ടയാടി, ഇതിന്റെ ഉത്തരവാദിത്വം കൂടെ അവർ പേരണ്ടേ? 9 ദിവസം ഈ നിഷ്കളങ്കരായ നിരപരാധികളായ കന്യാസ്ത്രീകളെ ജയിലിലിട്ടതിന് കേരളം അവരോട് മാപ്പ് നൽകില്ല. ഇന്ത്യ മാപ്പ് നൽകില്ല. ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും BJPക്ക് മാപ്പ് നൽകില്ല. ഇപ്പോഴും ഞങ്ങൾ ഛത്തീസ്ഗഡിൽ വന്ന് പലരോട് സംസാരിച്ചപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർക്കെതിരെ കേസുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാർക്കെതിരെ എത്രയോ ക്രൈസ്തവ സ്ഥാപനങ്ങൾ ഇപ്പം അടിച്ചു തകർത്തിരിക്കുന്നു. ഇന്നും ആക്രമണം നടന്നു. ഈ പെൺകുട്ടികൾക്ക് അവരുടെ നാരായൺപൂരിൽ വീട്ടിൽ പരസ്യമായി നിൽക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. അതായത് ഇവരുടെ കൂടെ ജോലിക്ക് പോയിട്ടുള്ള കുട്ടികൾ. അതുകൊണ്ട് ഒറ്റ കാര്യമുള്ളൂ, ഇതുപോലുള്ള ആഭാസ നാടകം ദയവ് ചെയ്ത് BJP നേതാക്കൾ ആടരുത്. രാജീവ് ചന്ദ്രശേഖരനൊക്കെ നമ്മുടെ ഒരു സ്നേഹിതനാണ്, പക്ഷെ അദ്ദേഹം ഒന്നും ഇതുപോലുള്ള ഒരു വൃത്തികെട്ട കളിയിൽ ഭാഗമാക്കായിരുന്നു. 2 കേന്ദ്രമന്ത്രിമാർ എന്തിനാണ് അവർ സത്യപ്രതിജ്ഞ ചെയ്ത്? എങ്ങനെയാണ് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നതല്ലേ? കണ്ടല്ലോ കേരളത്തിൽ അതിന്റെ റിയാക്ഷൻ കണ്ടില്ലേ? യഥാർത്ഥത്തില് ജോർജ് കുര്യനും സുരേഷ് ഗോപിയും അവർ ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ പാടില്ല. ഒരു നിമിഷം. കേരളത്തിനോട് സ്നേഹമുണ്ടെങ്കിൽ, കേരളത്തിനോടല്ല ഭരണഘടനയോട് സ്നേഹമുണ്ടെങ്കിൽ കത്തോലിക്ക സഭയുടെ പേര് പറഞ്ഞ് ക്രൈസ്തവ നാമം ഉപയോഗിച്ച് മന്ത്രിയായാലാണ് ജോർജ്. രാജീവ് ചന്ദ്രശേഖറും തനിക്കറിയാവുന്ന മലയാളം ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞ് ക്രെഡിറ്റ് തങ്ങൾക്ക് അനുകൂലമാക്കാൻ കിണഞ്ഞ് പരിശ്രമിച്ചു. അവസാനം പറഞ്ഞു കുരുപൊട്ടി. എന്നാൽ ഞാൻ ഈ കളിക്കില്ല എന്നും പറഞ്ഞ അവസാനം പിണങ്ങിയും പോയി. അല്ല, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് നീണ്ടിട്ടൊന്നും സംസാരിക്കുന്നില്ല, ഇതൊരു സന്തോഷത്തിന്റെ ദിവസമാണ്. ഞാൻ പറഞ്ഞ ഒരു 4-5 ദിവസം പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ ഇന്നും പറയുന്നത്. സഭ ഞങ്ങളോട് വിളിച്ച് സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചപ്പോൾ ഞങ്ങൾ ഇറങ്ങി. അനൂപ് ആന്റണി, ഞങ്ങൾ ജനറൽ സെക്രട്ടറി, ഇവിടെ വന്നു. കഴിഞ്ഞൊരു 5-6 ദിവസമായിട്ട് ഞങ്ങൾ എത്രയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ ഇന്നൊന്നും കൃത്യമായിട്ട് പറയുന്നില്ല, ഡീറ്റെയിൽ ഒന്നും പോകുന്നില്ല. ഇത് 3 ദിവസം മുമ്പേ നടക്കുന്ന ഒരു കാര്യമായിരുന്നു. 3 ദിവസം മുമ്പേ ഇവിടെ ഒരു ഡ്രാമയോ ആ പൊളിറ്റിക്കൽ ഡ്രാമ നടന്നില്ലെങ്കിൽ ഇത് 3 ദിവസം മുമ്പേ നമുക്ക് ജാമ്യം കിട്ടുന്ന ഒരു സ്ഥിതിയായിരുന്നു. അത് നടന്നില്ല. അത് ഓക്കെ അല്ല, അതിലൊരു സംശയമില്ല. പൊളിറ്റിക്കൽ ഡ്രാമ അല്ല, പൊളിറ്റിക്കൽ ഡ്രാമ നിങ്ങൾക്ക് അറിയാം, ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, പറയണ്ട, എനിക്ക് പറയാൻ ആഗ്രഹമില്ല. അപ്പോൾ അല്ലേ, ഇന്ന് ജുഡീഷ്യറിക്ക് നന്ദി പറയുന്നു, നമ്മുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷാജിക്ക് നന്ദി പറയുന്നു. ഇവിടുത്തെ മുഖ്യമന്ത്രിനെ ഞാൻ കണ്ടു, അദ്ദേഹത്തോട് ഞാൻ നന്ദി പറഞ്ഞു. ആഭ്യന്തരമന്ത്രിനെ കണ്ടു, അവരും നന്ദി പറഞ്ഞു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഇടപെടലുണ്ടാകുമോ BJPയുടെ ഭാഗമായി? ഞാൻ ക്രെഡിറ്റ് എടുത്തോ? ഞാൻ പറഞ്ഞത് എന്താണ്, ഞങ്ങളോട് 5-6 ദിവസം മുമ്പേ സഭ വിളിച്ച്
സഹായിക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ സഹായിക്കാൻ ഇറങ്ങി. ഞാൻ ഇന്നലെയും പറഞ്ഞു, മിന്നാന്ന് പറഞ്ഞു, നിങ്ങൾ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കരുത്. ഇന്ന് നല്ലൊരു സന്തോഷ ദിവസമാണ്. അല്ല, എനിക്ക് സംസാരിക്കാൻ അങ്ങനെ ആഗ്രഹമില്ല. പുതുപ്പള്ളിയിൽ വായും പിളർന്നു നിന്ന ചാണ്ടി ഉമ്മൻ വരെ കിട്ടിയ വണ്ടിയിൽ ചാടിക്കേറി ഛത്തീസ്ഗഡിലേക്ക് പാഞ്ഞെത്തി. മടത്തലമ്മമാരുടെ പിന്നാലെ ഓടി. പക്ഷേ ക്ലച്ച് പിടിച്ചില്ല. വാപിളർന്ന് ഓടിയത് മിച്ചം. എന്തിനാണോ ചാണ്ടി അവിടെ പോയത്? ഏറ്റവും തൊലിക്കട്ടിയുള്ള പ്രകടനം നമ്മുടെ പൂഞ്ഞാ ജോർജിൻ്റെ ചെക്കൻ്റെ ആയിരുന്നു. പറ്റാവുന്ന സ്ഥലത്തൊക്കെ അവൻ തലകുത്തിക്കയറ്റി തൻ്റെ സാന്നിധ്യം അറിയിക്കുകയും ഇതെല്ലാം തൻ്റെ മിടുക്കാണെന്ന് വരുത്തുവാനും ശ്രമിച്ചു. മടത്തലമ്മമാർ ബൈറ്റ് കൊടുക്കുന്നതിൻ്റെ പിറകിൽ വരെ പോയി ചാടിക്കയറി യാതൊരു ഉളുപ്പുമില്ലാതെ ഒരു ചിരിയും ഫിറ്റ് ചെയ്ത് അങ്ങ് നിന്നു. ഇത് കണ്ട് ലവൻ്റെ പേര് മീഡിയക്കാർ വീണ്ടും മാറ്റി. ഐമനം സിദ്ധാർത്ഥൻ. ഐമനം സിദ്ധാർത്ഥനെ വെല്ലുന്ന പ്രകടനമായിരുന്നു ചക്കരച്ചക്കൻ അവിടെ നടത്തിയത്. അനൂപ് ആന്റണിയുടെ പ്രകടനത്തെ രാജീവ് ചന്ദ്രശേഖർ ശ്ലാഘിച്ചത് ചക്കരച്ചക്കൻ്റെ ചങ്ക് തകർത്തു. സഭ ഞങ്ങളോട് വിളിച്ച് സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചപ്പോൾ ഞങ്ങൾ ഇറങ്ങി. അനൂപ് ആന്റണി ഞങ്ങൾ ജനറൽ സെക്രട്ടറി ഇവിടെ വന്നു. കഴിഞ്ഞൊരു 5-6 ദിവസമായിട്ട് ഞങ്ങൾ എത്രയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് എന്തിനാണെന്നറിയില്ല, സരിതേശ്വരനും വായും പൊളിച്ച് മടത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോൾ ഏതോ ഒരു മടത്തലമ്മ സരിതേശ്വരനും ഒരു ലഡു എടുത്ത് വായിൽ വെച്ചു കൊടുത്തു. എന്തിനാണോ എന്തോ. എന്നാൽ കഴിഞ്ഞ 9 ദിവസം ഇടതുപക്ഷവും വലതുപക്ഷവും രാപകലില്ലാതെ കത്തോലിക്ക ബിഷപ്പന്മാരുടെ കുണ്ടികടിച്ച് നടന്നത് വെറുതെയായിപ്പോയി. ഒടുവിൽ ഞങ്ങൾ പറഞ്ഞത് സത്യവുമായി. കത്തോലിക്ക ബിഷപ്പന്മാർ ലഡു കഴുകാതെ ഇരു കൂട്ടരുടെയും അതരത്തിൽ നൈസായി വെച്ചു കൊടുത്തു. ആദ്യം കൊടുത്തത് CBCI അധ്യക്ഷൻ ആയിരുന്നു. തങ്ങളെ സഹായിച്ച കേന്ദ്ര സർക്കാരിനും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്കും അദ്ദേഹം നന്ദി പ്രകാശിപ്പിച്ചു. ഇടതു വലത് പക്ഷ സപ്പോർട്ടിനെ കുറിച്ച് ഒരക്ഷരം അദ്ദേഹം മിണ്ടിയില്ല. CBCI welcomes bail grant to Sister Preeti and Sister Vandana. The Catholic Bishops' Conference of India welcomes with relief the grant of bail to Sister Preeti and Sister Vandana by the NIA court at Bilaspur today. This development comes as a ray of hope in a situation that has caused immense distress within the Christian community. We appreciate and thank the Government of India and the Government of Chhattisgarh for their timely intervention and cooperation. Their responsiveness has played a crucial role in this matter. At the same time, we urge the government to uphold the constitutional rights of all minorities, particularly the right to freedom of religion as guaranteed by the Indian Constitution. Archbishop Andrew Tarat, President of CBCI, has stated, "We are grateful to the government for the support shown in this case. We hope this marks the beginning of renewed efforts to protect the rights and dignity of all religious minorities in our secular democracy." We sincerely thank the whole Church in India, irrespective of denominations, various political leaders, civil society members, and concerned citizens who stood by the sisters in solidarity during this difficult period. In this specific case, where the girls involved are already Christians and are legally adults, we demand for the case to be quashed immediately. Such proceedings not only lack basis, but also contribute to the growing trend of harassment faced by religious sisters, by the clergy and by the laity.
We call upon the government to take concrete and effective steps to prevent the increasing incidence of intimidation, false accusations against members of religious communities, especially nuns and priests who have committed their lives to selfless service across the nation. The CBCI reaffirms its commitment to peace, justice, and the rule of law. We urge all citizens of goodwill to continue standing together in defense of constitutional rights and in support of those who serve society with dedication and with love. അടുത്ത ലഡു അതിരത്തിൽ വെച്ചു കൊടുത്തത് അധ്യക്ഷന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. മലയാളത്തിൽ പറയുമ്പോഴെങ്കിലും കേരളത്തിലെ നേതാക്കൾക്ക് നന്ദി പ്രകാശനം ഉണ്ടാകുമെന്ന് കരുതിയെങ്കിലും അദ്ദേഹവും ഒരു പരാമർശവും അവിടെ നടത്തിയില്ല. ജാമ്യം കിട്ടുവാനായിട്ട് ഞങ്ങളെ അങ്ങേറ്റം സഹായിച്ച, ഞങ്ങളോടൊത്ത് പ്രവർത്തിച്ച സെൻട്രൽ ഗവൺമെന്റിനോടും അവിടുത്തെ ലോക്കൽ ഗവൺമെന്റ് ഛത്തീസ്ഗഡ് ഗവൺമെന്റിനോടും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സമയത്ത് ഞങ്ങളോട് ഒത്ത് ഉണ്ടായിരുന്ന മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, അതുപോലെ നിങ്ങൾ ചാനലുകാർ, നിങ്ങളെ അഡ്വക്കേസി നടത്തിയ എല്ലാവരെയും ഞങ്ങൾ അങ്ങേയറ്റം നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങൾ എല്ലാവരോടും നന്ദി പറയുന്നു. ബിജെപിയുടെ ഒരു ഇടപെടൽ എങ്ങനെയായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ? അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ പ്രവർത്തിച്ചു. അദ്ദേഹത്തിന്റെ ഇടപെടലുകളിലൂടെയാണ് ഈ ഒരു നിലയിൽ എത്താനായിട്ട് സാധിച്ചത്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയമില്ല. ഞങ്ങളോട് സഹകരിച്ച് എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറഞ്ഞു കഴിഞ്ഞു. എല്ലാവരും, അതായത് രാഷ്ട്രീയ മതഭേദമന്യേ എല്ലാവരും ഞങ്ങളോടൊത്ത് പ്രവർത്തിച്ചു, ഞങ്ങളോട് കൂടെ നിന്നു. അടുത്തത് മദർ സുപ്പീരിയറിന്റെ വക ലഡു. അയ്മനം സിദ്ധാർത്ഥന്റെ ആ വലിഞ്ഞു കയറി നിന്നുള്ള ആ ചിരി ആരും കാണാതെ പോകരുത്. ഈ സന്തോഷത്തിൻ്റെ ഈ നിമിഷം ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനമുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ കോടതിയിലും മാത്രമല്ല ഞങ്ങൾക്ക് വേണ്ടി തന്നെ ഈ സിസ്റ്റേഴ്സിന്, അവർ നിരപരാധികളാണ്. ആ സമയത്ത് അവരെ ജയിലിൽ നിന്ന് ഇറക്കുന്നതിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച ഓരോ വ്യക്തികളെയും ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. ഇന്ന് ഈ നിമിഷം ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് വളരെയധികം ജനങ്ങളെയാണ്. ഞങ്ങളുടെ സിസ്റ്റേഴ്സിൻ്റെ വേദനിക്കുന്ന മുഖം എൻ്റെ മനസ്സിലുണ്ട്. അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും വളരെ സ്നേഹത്തോടെ ഈ നിമിഷം ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയോടെ അനുസ്മരിക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിച്ചതിന് ഒത്തിരി ഒത്തിരി നന്ദി പറയുകയുമാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ സിസ്റ്റേഴ്സ് വളരെയധികം ഇത്രയും കാലം അവർ ജോലി ചെയ്തതിൻ്റെ ഇപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലമായിട്ടാണ് ഈ ജാമ്യം ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയിരിക്കുന്നത്. അതിന് ഒത്തിരി നന്ദിയുണ്ട്. ദൈവത്തിന് നന്ദി പറയുന്നു. പ്രധാനമന്ത്രി ഇടപെട്ടല്ലോ. ഇതിനു വേണ്ടി പ്രധാനമന്ത്രി തുടങ്ങി ഏറ്റവും താഴത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇതിനു വേണ്ടി പ്രവർത്തിച്ചു. ഇതിനു വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി വക്കാലത്ത് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു. അതിനെല്ലാം ഓരോ രാഷ്ട്രീയ നേതാക്കളെയും, ചെറുതും വലുതുമായ എല്ലാ നേതാക്കളെയും ഞങ്ങൾ ഓർക്കുന്നുണ്ട്. അവരോടുള്ള നന്ദി ഞങ്ങൾക്കുണ്ട്. അവരെല്ലാം ഏറ്റവും സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. ജാമ്യാവസ്ഥയിൽ ഇപ്പം നാട്ടിലേക്ക് പോകാൻ, അതായത് ഇവിടെ തന്നെ തുടരണമെന്നുള്ള ഒരു വ്യവസ്ഥയില്ല. അപ്പോൾ എങ്ങനെയാണ് ഇനി സിസ്റ്റർമാർ ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങൾ അതിലൊക്കെ തീരുമാനമായിട്ടുണ്ടോ? ഞങ്ങൾ അതിനെപ്പറ്റിയൊന്നും അധികം തീരുമാനിച്ചില്ല. ഞങ്ങൾ നാട്ടിലേക്ക് അവർക്ക് മാതാപിതാക്കളെ കാണാൻ വേണ്ടിയിട്ട് അവർക്ക് പോകാം. അവർ വിഷമിച്ചിരിക്കുന്നതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് അവരിവിടെ തന്നെയായിരിക്കും വന്ന് ജോലി ചെയ്യുന്നത്. നാട്ടിലധികം ദിവസം പിന്നെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അവർക്ക് അതിനൊക്കെ വേണ്ടിയിട്ട് അവർ പോകും. അത് കഴിഞ്ഞിട്ട് അവർ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. ഇനി കഴിഞ്ഞ ദിവസം BJPക്കെതിരെ വലിയ ചിഹ്നവിളി നടത്തിയ ആ പാംപ്ലാനിയുടെ മലക്കം മറിച്ചിൽ ലഡു. അവരെ സ്വതന്ത്രരാക്കാനുമുള്ള, കേസ് പിൻവലിക്കാനുമുള്ള നടപടിക്രമങ്ങൾ കൂടി സർക്കാർ ശ്രദ്ധാപൂർവം നിറവേറ്റണം എന്നുള്ള ആവശ്യമാണ്. പിതാവ്, ഇതിൻ്റെ അകത്ത് നീതി കിട്ടിയെന്ന് പറയുമ്പോൾ ഇതിനകത്തൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു എന്നത് ഒരു വാസ്തവമല്ല. അതിപ്പോൾ കേന്ദ്ര സർക്കാരിന് നന്ദി പറയുമ്പോൾ പോലും അതേ കേന്ദ്രം ഭരിക്കുന്ന BJP തന്നെയാണ് ആ സംസ്ഥാനം ഭരിക്കുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയ വശം അതിനില്ലേ? ഇതിൻ്റെ രാഷ്ട്രീയ മാനങ്ങളെക്കുറിച്ച് സഭ ഗൗരവമായി എടുക്കുന്നില്ല. ഇപ്പം എങ്ങനെ ഇരിക്കണം? അവസാനം 9 ദിവസം കാത്തു സൂക്ഷിച്ചു കൊണ്ടുവന്ന ആ കസ്തൂരി മാമ്പഴം രാജീവും അനൂപാന്റണിയും ചേർന്ന് കൊത്തിക്കൊണ്ടുപോകുന്നത് കണ്ട്, മെത്രാന്മാരുടെ ആ ഡയലോഗുകൾ കണ്ട് ഇടതു വലത് നേതാക്കൾ ചങ്ക് തകർന്ന് ഇങ്ങനെ പറഞ്ഞു. പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും
ആരോട് ഇങ്ങനെയൊന്നും പറയുന്നതെന്ന് പറയണം. കത്തോലിക്ക മെത്രാന്മാരുടെ ചന്തി കടിക്കുവാൻ നടന്ന ഇടതു വലത് ഹിജറകളെ നിങ്ങൾക്ക് ഇത് തന്നെ വരണം. നിനക്കൊക്കെ ഇപ്പോൾ സമാധാനമായോ? അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നവന്മാരാണ് ഇവന്മാർ എന്ന് ഞങ്ങൾ പറഞ്ഞത് ഇപ്പോഴെങ്കിലും ബോധ്യമായില്ലേ? നീയൊക്കെ ഇവന്മാരുടെ ചെരുപ്പ് നക്കുവാൻ നാളെയും അരമനകളിൽ പോകണം കേട്ടോ. പക്ഷേ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.